അവന് ടി സി കൊടുത്ത് പറഞ്ഞു വിട്ടേക്ക്. ശ്രുതി ഒന്ന് പുറത്തേക്ക് നിൽക്കും. സുഭാഷ് സാറേ, ഓ ശരി മാഡം. ഓ ആ ഡോറൊന്ന് അടച്ചേക്കും. എന്താ ടീച്ചറെ, അവന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനാണെങ്കിൽ വേണ്ട. ഇനി ആ കുട്ടിയെ നമുക്ക് ചുമക്കേണ്ട കാര്യമില്ല. അതല്ല ടീച്ചറെ, എടുത്തു ചാടി ഒരു തീരുമാനം പറയല്ലേ. സ്കൂളിൽ ഇപ്പൊ തന്നെ കുട്ടികളുടെ എണ്ണം കുറവാ. അതിന്റെ കൂടെ ഇപ്പൊ ഉള്ള ഒരു കുട്ടിയെ കൂടി ടി സി കൊടുത്ത് പറഞ്ഞു വിടുക എന്ന് വെച്ചാൽ അത് സ്കൂളിന്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കും. സ്കൂളിൽ കുട്ടികളുടെ എണ്ണം കുറവാണെങ്കിലേ അത് ഹെഡ് മിസ്ട്രസിന്റെ സാമർത്ഥ്യക്കുറവുണ്ടോ? ടീച്ചറിനെ ഒരു തർക്കത്തിനല്ല ഞാൻ വിളിച്ചത്. എന്റെ സാമർഥ്യവും സാമർഥ്യക്കേടും ഒക്കെ അവിടെ ഇരുന്നോട്ടെ. ദേ, ടീച്ചർ വെറുതെ വാശി പിടിച്ച് ഈ സ്കൂൾ പൂട്ടിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കല്ലേ. നമ്മൾ കുറച്ചുപേരുടെ ജീവിതം അതോടുകൂടി ഇല്ലാതാവുന്നത്. ഞാൻ അവരെ വിളിക്കാം. ശ്രുതി ഇങ്ങ് വന്നേ. ദേ, ഹെഡ് മിസ്ട്രസ് സ്പെഷ്യലായി റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് ഒരു തവണ കൂടി നിങ്ങളെ മോനോട് ഞങ്ങൾ ക്ഷമിക്കാം. പക്ഷെ ഓർത്തോ, ഇനി അവന്റെ പേരിൽ ഒരു സിംഗിൾ കംപ്ലൈന്റ് ഏതെങ്കിലും ഒരു കുട്ടികളോ നോൺ ടീച്ചിങ് സ്റ്റാഫോ റിപ്പോർട്ട് ചെയ്ത പിന്നെ ആ സെക്കൻഡില് ടി സിയും കൊടുത്ത് അവനെ ഇവിടുന്ന് ഞങ്ങൾ പറഞ്ഞു വിടും. പറഞ്ഞേക്കാം. ഇല്ല മാഡം, ഇനി അവന്റെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പമുണ്ടാവാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. എങ്കിൽ നിങ്ങൾക്ക് നല്ലത്. ആ, എന്നാ പൊയ്ക്കോ. അമ്മയെ കണ്ട മിണ്ടാ പൂച്ച, മോനാണെങ്കിൽ തനി രാവണൻ. ഓരോരോ ജന്മങ്ങള്. ശരി, ടീച്ചർ ചെല്ല്. ഹെഡ് മിസ്ട്രസ് എന്ത് പറഞ്ഞു ശ്രുതി ആന്റി? അവര് കുറച്ച് മയപ്പെടുത്തിയാ സംസാരിച്ചത്. പക്ഷെ കൂടെയുള്ള മല്ലിക ടീച്ചറും പി ടി സാറും ഒരു രക്ഷയില്ലായിരുന്നു. ടി സി വാങ്ങി പൊയ്ക്കോളാൻ പറഞ്ഞതാ. പിന്നെ ഹെഡ് മിസ്സസ് ഇടപെട്ടാ ഒരു തവണത്തേക്ക് കൂടി ക്ഷമിച്ചത്. ദാ പ്രണവിന്റെ ബാഗ് അവന്റെ ക്ലാസ് തന്നെ ഉണ്ടായിരുന്നു ആന്റി. പക്ഷേ പ്രണവ് ഇന്ന് സ്കൂളിൽ വന്നില്ല. അവൻ സ്കൂളിൽ വന്നില്ലേ? പിന്നെ രാവിലെ അവൻ യൂണിഫോം ഇട്ട് എങ്ങോട്ടാ പോയേ? ഈശ്വര, എന്റെ കുട്ടി. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. ഇത് സുധ ടീച്ചർ, പ്രണവിന്റെ ക്ലാസ് ടീച്ചറാ. എന്താ അവന്തിക? ടീച്ചറെ, ഇത് പ്രണവിന്റെ അമ്മയാ. ഹെഡ് മിസ്ട്രസ് വിളിപ്പിച്ചു അല്ലേ? പ്രണവ് ക്ലാസ്സിലൊട്ടും റെഗുലർ അല്ല കേട്ടോ. മിക്ക ദിവസവും അവൻ ക്ലാസ്സിൽ കയറാതെ പുറത്ത് കറങ്ങി നടക്കാറാ പതിവ്. ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ടീച്ചറെ. ഇനി മുതൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇന്ന് സ്കൂളിലാന്ന് പറഞ്ഞ് രാവിലെ അവൻ വീട്ടിൽ നിന്ന് പോകുന്നല്ലോ. ഇന്ന് മാത്രമല്ല, എന്നും അവൻ നിങ്ങളോട് സ്കൂളിലേക്കാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ക്ലാസ്സിൽ ബാഗും വെച്ച് പുറത്ത് റോന്ത് ചുറ്റില്ല പരിപാടി. പല തവണ ഞാൻ അവനെ വോൺ ചെയ്തിട്ടുള്ളതാ. ഈശ്വര, ഞാൻ ഇനി എന്ത് ചെയ്യാ ടീച്ചറെ? ആന്റി വിഷമിക്കണ്ട, അവനിവിടെ എവിടെയും കാണും. വാ, നമുക്ക് നോക്കാം. ശരി അവന്തിക, ഞാനൊന്ന് കൂടെ ചെല്ലും. വാ ആന്റി. ടിഫിൻ ബോക്സ് തുറക്ക്. ടിഫിൻ ബോക്സിലാകുമ്പോൾ ആരും ശ്രദ്ധിക്കില്ല. നീ ഇത് വളരെ സൂക്ഷിച്ചു വേണം പറഞ്ഞവർക്ക് കൊണ്ട് കൊടുക്കാൻ. മനസ്സിലായോ? അതൊക്കെ ഞാൻ ചെയ്തോളാം ചേട്ടാ. എന്റെ കാശ് ഇവിടെ.
കാശ് നാളെ തരാടാ. ഇതൂടെ കൂട്ടി ഇത് 3-ാമത്തെ ദിവസമാ. തരാന്ന് പറഞ്ഞില്ലേ? എന്റെ പൈസ ഓർമ്മയുണ്ടല്ലോ. അരുൺ ചേട്ടാ എനിക്കൊരു സിപ്പപ്പ് വാങ്ങി തരാമോ? പോയിക്കോ അവിടുന്ന്. സിപ്പപ്പോ? പിന്നെ നിനക്ക് ഓസിന് സിപ്പപ്പ് മേടിച്ചു തരാൻ ഞാൻ നിന്റെ കസിനല്ലേ? ഓടാടുന്നു. ഡാരുണേ, ഏതാടാ ഈ ചെറുക്കൻ? നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ഇവനാള് കൊള്ളാമല്ലോ.